KR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ജൂലൈ 19-ാം തീയതി നടന്ന വനിതാ പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷ ഉദ്യോഗാർത്ഥികളുടെ അഭിപ്രായങ്ങളെക്കുറിച്ചും അതിൻ്റെ പ്രതീക്ഷിത കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ചും ഒരു വീഡിയോ ചെയ്യാമോ എന്ന് ധാരാളം ഉദ്യോഗാർത്ഥികൾ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഞാൻ ഒരു ക്ലാസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കട്ട് ഓഫ് എന്ന് പറയുമ്പോൾ ഓരോ പരീക്ഷ കഴിയുമ്പോഴും അതിന്റെ എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് മാർക്ക് നിർണ്ണയിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ വളരെയധികം ഒത്തിരിയേറെ മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കിയാണ് കട്ട് ഓഫ് മാർക്ക് ഒരു തീരുമാനിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കട്ട് ഓഫ് മാർക്ക് ഒരു പരിധിവരെ ശരിയായിരിക്കണമെന്ന് നിർബന്ധമില്ല. എങ്കിലും നമുക്ക് ഒരു കട്ട് ഓഫ് ഏകദേശം എത്ര വരും എന്നതിൻ്റെ ഒരു എക്സ്പെക്ടേഷൻ നമുക്ക് നടത്താൻ സാധിക്കും. അപ്പോൾ ജൂലൈ 19 നടന്ന വനിതാ പോലീസ് കോൺസ്റ്റബിൾ തസ്തികയിലേക്കുള്ള തെരഞ്ഞെടുപ്പിനായിട്ട് PSC നടത്തിയ പരീക്ഷ മികച്ച നിലവാരമുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധേയമായി എന്നുള്ളതാണ് പറയാൻ കഴിയുന്നത്. പൊതുവിജ്ഞാനത്തിലും മറ്റും മേഖലകളിലും പുതുമയുള്ള ചോദ്യങ്ങളും വ്യത്യസ്തമായ ചോദ്യ ശൈലിയും പരീക്ഷിക്കപ്പെട്ടു എന്നുള്ളതാണ് ഈ പരീക്ഷയുടെ ഒരു പ്രത്യേകതയായിട്ട് എടുത്തു പറയേണ്ടത്. അതുപോലെ 25 ചോദ്യങ്ങൾ വിവരണാത്മക ശൈലിയിലുള്ളതായിരുന്നു. അതുപോലെ തന്നെ 3 സ്ട്രീമുകളിലായി 1.30 ലക്ഷം അപേക്ഷകരാണ് ഈ തസ്തികയ്ക്ക് ഉണ്ടായിരുന്നത്. 76,945 പേര്, അതായത് 61.42% പരീക്ഷയ്ക്ക് ഹാജരായി. ചോദ്യ നിലവാരം കണക്കിലെടുക്കുമ്പോൾ 47-നും 52-നും ഇടയ്ക്ക് കട്ട് ഓഫ് മാർക്ക് വരാനാണ് സാധ്യത ഏറെ. പ്രതീക്ഷിക്കുന്ന കട്ട് ഓഫ് മാർക്കാണ് ഞാൻ പറഞ്ഞത്. 47 മാർക്കിനും 52 മാർക്കിനും ഇടയ്ക്ക് കട്ട് ഓഫ് മാർക്ക് വരാനുള്ള സാധ്യതയാണ് ഏറെ. അതുപോലെ തന്നെ പ്രാഥമിക ഉത്തര സൂചികയിൽ പ്രൊവിഷണൽ ആൻസർ കീയിൽ തെറ്റുകളുണ്ട്. അത് നിങ്ങൾക്ക് ചൂണ്ടിക്കാട്ടിയാൽ അത് ഫൈനൽ ആൻസർ കീ വരുമ്പോൾ അതിൻ്റെ തിരുത്തുകൾ ഉണ്ടാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഡിലീഷൻ ചെയ്യേണ്ടവ ഡിലീഷൻ ചെയ്യുന്നതാണ്. വനിതാ പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷയുടെ പ്രാഥമിക ഉത്തരസൂചികയിൽ PSC പ്രസിദ്ധീകരിച്ചിരിക്കുന്നതിൽ പൊതുവിജ്ഞാന ഭാഗത്തെ ഒരു ചോദ്യത്തിന് തെറ്റായ സൂചികയാണ് നൽകിയിട്ടുള്ളത്. ഭാരതീയ റിസർവ് ബാങ്കിനെ പറ്റിയുള്ള ചോദ്യത്തിന്റെ ഉത്തര സൂചികയിലാണ് പിശകുള്ളത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ പറ്റി താഴെ തന്നിരിക്കുന്നതിൽ ശരിയായത് ഏത് എന്നതാണ് ചോദ്യം. സൂചനകളിലെ 4 പ്രസ്താവനകൾ ശരിയാണ്. എന്നാൽ PSCയുടെ ഉത്തര സൂചിക പ്രകാരം 1, 2, 4 എന്നിവ ശരിയാണ് എന്ന സൂചനയിൽ മുന്നിൽ പറയുന്നത്. അതുപോലെ ആസ്ഥാനം മുംബൈയിൽ എന്നതാണ്. എന്നാൽ ഇത് തെറ്റായ വിവരമാണ് ഉത്തര സൂചിക കണക്കാക്കിയത്. എല്ലാം ശരിയാണ് എന്നുള്ള ഓപ്ഷൻ D ആണ് ശരിയായിട്ടുള്ളത്. തസ്തികയുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക്കിലും ചോദ്യങ്ങൾ മികച്ചതും നിലവാരമുള്ളതുമായിരുന്നു. ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ച് ഞാൻ ഒരു പ്രതീക്ഷിത കട്ട് ഓഫ് മാർക്ക് ഞാൻ പറയുകയുണ്ടായി. അപ്പോൾ അതനുസരിച്ച് ഓരോരുത്തർക്കും അതിന്റെ കട്ട് ഓഫ് മാർക്ക് എത്രയാണ് വരുന്നതിനെ കുറിച്ചുള്ള ഒരു നിശ്ചയം നിങ്ങൾക്ക് ലഭിക്കുകയും അതനുസരിച്ച് വരുന്ന ദിവസങ്ങളിലൊക്കെ തന്നെ അതനുസരിച്ചുള്ള പഠന നിലവാരം ഉയർത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ വരാൻ സാധ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് തുടർന്നുള്ള പരീക്ഷകളിലൊക്കെ തന്നെ തയ്യാറെടുക്കാൻ വേണ്ട സമയം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരു പരീക്ഷ വളരെ പ്രയാസമുള്ളതായിരുന്നു. അതുപോലെ തന്നെ പല ചോദ്യങ്ങളും വളരെ കട്ടിയുള്ളതായിരുന്നു എന്നുള്ള ഒരു അഭിപ്രായമാണ് ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി ഒന്ന് തുറന്നു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.